ജമ്മുകശ്മീരിലെ ശ്രീനഗറിലെ യോഗാ ദിന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ആ, ആ, ഷേറി കാശ്മീർ ഇൻ്റർനാഷണൽ കോൺഫറൻസ് സെൻറ്ററിലാണ് യോഗ ദിനാചരണം നടക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി അല്പം മുമ്പ് യോഗയിലേക്ക് കടന്നിരുന്നു. പ്രസംഗം അവസാനിപ്പിച്ച് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, ആദ്യം പ്രധാനമന്ത്രിയുടെ യോഗയെക്കുറിച്ചും യോഗ പ്രാക്ടീസിനെ കുറിച്ചും പറയൂ. അത് കഴിഞ്ഞ് തൽക്കത്താറോ സ്റ്റേഡിയത്തിലല്ലേ നിൽക്കുന്ന അവിടുത്തെ കാര്യങ്ങളും. തീർച്ചയായിട്ടും ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ശ്രീനഗറിലാണ് എന്നുള്ളതാണ്. ശ്രീനഗറിലെ ഷേറി കാശ്മീർ സ്റ്റേഡിയത്തിലാണ് ഈ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നത്. പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നത് മൂന്നാം തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ്. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ടുള്ള പ്രത്യേകത, അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലുണ്ടായ മാറ്റങ്ങളെ ലോകത്തിന് മുന്നിൽ പ്രതിഫലിപ്പിക്കാനും അന്താരാഷ്ട്ര യോഗാ ദിനാചരണങ്ങളുടെ ഭാഗമായിട്ട് ഈ അന്താരാഷ്ട്ര യോഗ ദിനം ലോകത്തിൻ്റെ 160 രാജ്യങ്ങൾ ആഘോഷിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗമാണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ജമ്മു കാശ്മീർ എന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഈ 170ഓളം രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആഘോഷത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമായിട്ട് ജമ്മു കാശ്മീർ മാറുക എന്നുള്ളത് വലിയ നയതന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ചില സന്ദേശങ്ങൾ നൽകുന്നത് കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ ശ്രീനഗറിനെ, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ ഇത്തവണ ഈ അന്താരാഷ്ട്ര യോഗാ ദിനാചരണങ്ങളുടെ ഉദ്ഘാടന വേദിയായിട്ട് തെരഞ്ഞെടുത്തത്. ഷേറി കാശ്മീർ സ്റ്റേഡിയമാണ് ഇതിന് വേദിയായി മാറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ജമ്മു കാശ്മീരിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, യോഗ ജീവിതത്തിന്റെ ഭാഗമായി തുടരേണ്ട സാഹചര്യത്തെക്കുറിച്ച്, ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത രീതിയിലും യുവതലമുറയിലും ഉണ്ടാകുന്ന നയ സമീപനങ്ങളെക്കുറിച്ച് ഒക്കെയാണ് പ്രധാനമന്ത്രി വിവരിച്ചത്. യോഗ ജീവന്റെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമായി യോഗ തുടർന്നാൽ സമാധാനം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ യോഗയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പല യൂണിവേഴ്സിറ്റികളും യോഗയെ തങ്ങളുടെ പാഠ്യവിഷയമാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രതിപാദിച്ചു. അതിനുശേഷം അദ്ദേഹം യോഗ പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. തൽക്കത്തോറ അടക്കമുള്ള എല്ലായിടങ്ങളിലും വളരെ വലിയ രീതിയിലാണ് ഈ യോഗാചരണ പരിപാടികൾ നടന്നത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട വേദി തൽക്കത്തോറ സ്റ്റേഡിയം ആയിരുന്നു. സമാനമായിട്ട് എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഈ യോഗ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. സംസ്ഥാന തലസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിലും ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടങ്ങളുടെ ആഹ്വാനത്തിലും നേതൃത്വത്തിലുമാണ് ഈ യോഗാ ദിനാചരണ പരിപാടികൾ നടക്കുന്നത്. ഈ യോഗാ ദിന 10ാമത് യോഗാ ദിനമാണ്, അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇത്തവണ ആഘോഷിക്കുന്നത്. ഈ യോഗാ ദിനം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തെ സംബന്ധിച്ച് ഇത് UN അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് മുതൽ ഏറെ വലിയ സ്വീകാര്യത നമ്മുടെ യോഗയെക്കുറിച്ച്, യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അനുബന്ധമായി ആയുർവേദത്തെക്കുറിച്ച്, അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഒക്കെ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളുടെ പട്ടികയിൽ യോഗ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. വിവരങ്ങൾ നൽകിയ റജി VT കല്ലേരി വരും. നമ്മുടെ ഭരണകൂടത്തിനും നിയമവ്യവസ്ഥയ്ക്കും നാണമില്ലേ? 100 വ്യാജ മദ്യക്കേസുകൾ പ്രതിയായ ഒരു വ്യക്തി സമൂഹത്തിൽ വിലസി നടക്കുന്നു. അയാളുടെ പേര് ചിഹ്നം ദൂരെ എന്നാണെങ്കിലും അയാൾ ഒരു വലിയ ദൂരെയായിരിക്കും. കാര്യം കുറേ കാര്യങ്ങളൊക്കെ പണം കൊടുത്താൽ മാനേജ് ചെയ്യും. പക്ഷേ ഈ കാലത്ത് എത്ര പണം കൊടുത്താലും അവന് വിധിക്കപ്പെട്ടത് ജയിലാണെങ്കിൽ അത് അവന് കിട്ടും. കുറച്ച് വൈകും, എന്നാലും കുഴപ്പമില്ല, അകത്ത് കിടക്കുമല്ലോ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റും 5 സെക്കൻഡും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ യോഗാഭ്യാസം തുടരുകയാണ്. യോഗ മനുഷ്യരാശിക്ക് ശക്തി പകരുന്നുവെന്ന് പ്രധാനമന്ത്രി അല്പം മുമ്പ് പറഞ്ഞു. വിവിധ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ യോഗ പഠന വിഷയമാക്കിയിരിക്കുകയാണെന്നും യോഗയുടെ സ്വീകാര്യതയാണിത് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വൻ സ്വീകരണം ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി ഓർമ്മിച്ചു. സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ പുരോഗമിക്കുന്നുവെന്ന് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോവളം ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് വില്ലേജിൽ നിന്ന് അഖിൽ ഷാ, അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗയിൽ പങ്കെടുക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ടിലേക്ക് അഖിൽ ഷാ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ.
കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിപാടി തിരുവനന്തപുരം കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പ്രധാന അതിഥിയായി ഇവിടെ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. രാവിലെ 7 മണിക്കായിരുന്നു ഈ പരിപാടി ഇവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ മഴ പ്രതികൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ അത് 8 മണിയിലേക്ക് മാറ്റിയത്. അല്പസമയം മുമ്പ് തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ തലസ്ഥാനത്തെ തന്നെ വിവിധ സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ യോഗാ ദിനാചരണ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് യോഗയിലേക്കും കടക്കുന്നതായിരിക്കും. SKN. We live in a world that is divided, in a world in conflict over material gains, a world in conflict or failures to understand each other. But how shall we understand each other if we do not understand what's going inside our mind? Today, along with millions of people, from sunrise in the far east to sunset in the furthest corner of the Western Hemisphere, we as part of India Tourism Kochi is also celebrating the International Yoga Day here at Kerala Arts and Craft Village. Like the theme for this year suggests, Yoga for Self and Society. We have gathered here to celebrate the 10th Yoga Day together as a society and enrich our inner self. Yoga help you lead a life with a deeper connection to your own body as well as nature and universe. Let's cleanse our inner self for ourselves and for the world. On this special day, we are also blessed by the presence of our Honorable Minister of State for Tourism, Petroleum and Natural Gas, Shri Suresh Gopi sir. We cordially invite you to this function, sir. I also welcome the Regional Director, South Region G. Venkateshan sir, Principal IHM CP Kovalam K. Rajashekhar sir, CEO UDS Kovalam Rajashekhar Iyer sir, CEO Kerala Arts and Craft Village Shri Prasad sir, and Shri Palichami sir, ADG Press Information നമ്മുടെ Bureau. സംസ്ഥാനത്ത് കോവളത്ത് നടക്കുന്ന യോഗാ ദിന പരിപാടികളാണ് നിങ്ങൾ കണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അവിടെ മുഖ്യ അതിഥി.